നമ്മളിത് ഐക്കിയയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഐക്കിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് കണ്ണൻ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ കണ്ണൻ ഒരു പുതിയ സ്റ്റഡി ടേബിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രിനോ ഐക്കിയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് വീഡിയോ ഞാൻ 2 പാർട്ടായിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് മൊത്തം ഐക്കിയൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ണൻ്റെ സ്റ്റഡി ടേബിളും അതിനൊരു കുഞ്ഞു ചെയറും വാങ്ങിക്കാനാണ് നമ്മൾ വന്നതെന്നുള്ളതുകൊണ്ട് നേരെ മുകളിലേക്കാണ് നമ്മൾ പോയത്. അവിടെയാണ് കിഡ് സെക്ഷനും അതേപോലെ തന്നെ ഹോം ഡെക്കർ ആയിട്ടുള്ള സാധനങ്ങളും ഇതുപോലെ ഫർണിച്ചേഴ്സും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ആണ് നമ്മൾ അവിടെ കണ്ടത്. ഈ ചെയർ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ടേബിൾ വളരെ കുഞ്ഞാണ്. അതുകൊണ്ട് നമ്മൾ ആ ചെയറും വേറൊരു ടേബിളും കൂടെ നോക്കാമെന്ന് കരുതി. ഈ കാണുന്ന ബ്ലൂ ചെയറും അതേപോലെ ഇപ്പുറത്തെ കാണുന്ന ഈ വൈറ്റ് ടേബിളുമാണ് കണ്ണന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ വീട്ടിലേക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഐക്യ വരെ വന്നതാണല്ലോ എന്ന് കരുതിയിട്ട് നടന്ന് നമുക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള നമ്മുടെ വീട്ടിലേക്ക് സെറ്റ് ആവുന്ന രീതിയിലുള്ള കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ അത്ര ഹെവി അല്ലാത്തതൊക്കെ നോക്കി വാങ്ങിച്ചു. വീഡിയോയിൽ പെട്ടെന്ന് കഴിഞ്ഞു വെച്ചാൽ നമ്മൾ അത്യാവശ്യം കറങ്ങി നടന്നിട്ടാണ് എല്ലാം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴേക്ക് നമുക്ക് നല്ലോണം വിശന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. അവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ടെന്ന് അറിയാമല്ലോ. അവിടെ മീറ്റ് ബോൾസ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വേറെ എന്തോ ആണ് ഇവിടെ നിന്ന് കഴിച്ചത് എന്നുള്ളതുകൊണ്ട് ഇപ്രാവശ്യം മീറ്റ് ബോൾസ് ഓർഡർ ചെയ്യാമെന്ന് കരുതി. ഐക്കിയിലത്തെ മറ്റേ മീറ്റ് ബോൾസ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് കാണിച്ചു എങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. നമ്മുടെ പച്ച ഇതൊന്നും ചോദിക്കുന്നില്ല. കണ്ണമണി കണ്ണ കേക്കൊക്കെ വാങ്ങിച്ചു. ഞാൻ സ്പെഷ്യലായിട്ട് ഇതാണ് വാങ്ങിച്ചത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഏട്ടാ സെയിം മീറ്റ് ബോൾ തന്നെ, പക്ഷെ അതിൻ്റെ കൂടെ മാഷ്ഡ് പൊട്ടറ്റോ. കണ്ണൻ സെയിം മീറ്റ് ബോൾ തന്നെ, പക്ഷേ ഡെസേർട്ട് വാങ്ങിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആവശ്യമില്ലെങ്കിലും വെറുതെ എന്തായാലും വന്നതല്ലേ, താഴത്തെ ഫ്ലോറും കൂടെ ഒന്ന് കണ്ടിട്ട് പോയേക്കാം എന്ന് വിചാരിച്ചു. കണ്ടിട്ട് പോയേക്കാം എന്നല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ വാങ്ങിപ്പോവും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താ പറയുക, കുക്കീസൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. അതുപോലെ ഒരു പാത്രം കണ്ടപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് പാത്രത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കേടുവരുമല്ലോ. അപ്പോൾ ഇവിടെ മറ്റേ കലച്ചട്ടി പോലത്തെയൊക്കെ പാത്രങ്ങളുണ്ട് കേട്ടോ. അതേപോലെ ഒരു പാൻ നമുക്ക് വേണമായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ കുറേ കാലമായി പാത്രമൊക്കെ കഴുകുമ്പോൾ ഒരു ഗ്ലൗസ് വേണമെന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങിച്ചു. പിന്നെ ഈ സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. അതായത് ഈ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ആരോമാറ്റിക് ക്യാൻഡിൽസ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനിൽ എത്തിയപ്പോൾ എന്തായാലും ഇന്നൊരു ക്യാൻഡിലെങ്കിലും വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അതിനെന്താ മണം? അല്ലേ, ഇത് വാനിലയുടെ ഒക്കെ ഒരു മണം. ക്യാൻഡിലിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായി. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട മണം ഏട്ടന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഏട്ടൻ പറയുന്ന ക്യാൻഡിൽസ് എനിക്കും അങ്ങോട്ട് വാങ്ങിക്കാനുള്ളൊരു സംതൃപ്തി തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ തിരഞ്ഞ് എല്ലാ മണത്തൊക്കെ നോക്കിയിട്ട് ഫൈനലി ഞാനൊരെണ്ണം ചൂസ് ചെയ്തു. കണ്ണന് എന്ത് തോന്നുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തിൻ്റെ മണം? അതൊരു വാനില പോലെയാണ് എനിക്ക് തോന്നി. ഈ ക്യാൻഡിലാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒരു വാനില ഐസ്ക്രീമിൻ്റെ മണമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇത് കത്തിക്കുമ്പോൾ എങ്ങനത്തെ സ്മെല്ലാണ് വരികയെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നല്ല നൈസ് പെയിലായിട്ടുള്ളൊരു സ്മെല്ലാണ്. പിന്നെ ഏട്ടന് ഇഷ്ടപ്പെട്ടത് ഒരു ജാസ്മിൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്മെല്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അടപ്പും കൂടെ ചൂസ് ചെയ്യണം. നമുക്ക് ഈ ക്യാൻഡിൽ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് വുഡൻ്റെ അല്ല, ഒരു കോർക്കിൻ്റെ പോലത്തെ ചെറിയ ക്യാപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും. അതാവുമ്പോൾ ആരോമ ഫുള്ളായിട്ട് നഷ്ടപ്പെടില്ല. എനിക്കിതെല്ലാം വാങ്ങണം എന്നുണ്ട്, ഈ എല്ലാ ക്യാൻഡിൽസും. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സ്ഥലത്ത് പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനുണ്ട്. അപ്പോൾ അതിൽ പൈനാപ്പിൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. കുഞ്ഞി എന്തോ ഒരു ഫ്രൂട്ട്സ് ബെറീസൊക്കെ പോലെയുള്ളൊരു ചെറിയ പ്ലാന്റ്സ്. ഇത് ഇൻഡോർ ആയിട്ട് വെക്കുക ശരിക്കുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഞാനത് പ്ലാസ്റ്റിക് ആണോന്ന് ആദ്യം ഓർത്തു, പക്ഷേ മണ്ണിൽ തന്നെയാണ് അത്. അതേപോലെ തന്നെ ഈ ആരോമാറ്റിക് ക്യാൻഡിൽസ് പോലെ വേറൊരു എന്താ പറയുക വീക്ക്നെസ്സാണ് ഈ ഫ്ലവേഴ്സ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിക്കുന്നൊന്നുമില്ലെങ്കിലും വെറുതെ എവിടെ ഫ്ലവേഴ്സ് കണ്ടാലും അതിങ്ങനെ പോയി നോക്കുക, ഷൂട്ട് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതേപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ പോട്ട്സും അത് വെക്കാൻ പറ്റിയ സ്റ്റാൻഡും ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നത്. അതൊന്നും നമ്മളിപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ നോക്കി വെച്ച ചെയറും ടേബിളും ഒക്കെ ഈ ഭാഗത്തു നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ടേബിളാണല്ലോ നമ്മൾ സെലക്ട് ചെയ്തത്. അതിങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് എടുത്താൽ മതി. നല്ല ഹെവിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അതിന് പ്രത്യേകം ട്രോളി വേറെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ചെയർ ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് മുകളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്പറൊക്കെ നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതും നമ്മളെടുത്തു.
ഇത് ഒരു ടേബിളും ചെയറും ഇത് വാങ്ങാൻ വന്നതാണ്. പക്ഷേ ഇതാ നമ്മൾ വാങ്ങി നമ്മുടെ നമ്മൾ ബില്ലൊക്കെ ചെയ്തു. പക്ഷേ ഈ ടേബിളൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയതുകൊണ്ട് കസ്റ്റമർ സർവീസിൽ ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ ചിലപ്പോൾ മറ്റേ ഡോർ ഡെലിവറി ഉണ്ടോയെന്ന് നോക്കണം. ഹോം ഡെലിവറി പോസിബിൾ ആകും. കാരണം മെമ്മറി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെലിവറിക്കൊക്കെ ഉള്ളത് ഏൽപ്പിച്ച് ബില്ലൊക്കെ ചെയ്ത് നമ്മളിതിനി ഐക്കിയയിൽ വേറൊരു പ്രധാനപ്പെട്ട സംഭവം ഇവിടുത്തെ ഐസ്ക്രീമാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വാനില ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. അപ്പോൾ അത് ഓർഡർ ചെയ്തു. പിന്നെ അതിന് വേറൊരു പ്രത്യേകത, ഈ ഐസ്ക്രീം വെൻഡിങ് മെഷീൻസ് ഞാൻ അങ്ങനെ കോമൺ ആയിട്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഐക്കിയയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ വെൻഡിങ് മെഷീനിൽ നിന്നാണ് നമ്മൾ ഐസ്ക്രീം കളക്ട് ചെയ്യുക. ആദ്യം ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്യണം. ആ കാണുന്ന കൗണ്ടറിൽ നമ്മൾ ടോക്കൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 2 കോയിൻസ് തരും. കോയിൻസും അതേപോലെ ഈ കോൺസും തരും. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഈ കോയിൻ ഇങ്ങനെ ഇട്ടിട്ട് ഐസ്ക്രീം ഇവിടുന്ന് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അത് എൻ്റെ വാനില ഐസ്ക്രീം എത്തിപ്പോയി. കാരണം സ്ട്രോബെറിയാണ് ബുക്ക് ചെയ്തത്. നല്ല ടേസ്റ്റാണ്. ഐക്കിയയിലത്തെ വാനില ഐസ്ക്രീമിന് പ്രത്യേക ടേസ്റ്റാണ്. സ്ട്രോബെറി. അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. സാധനങ്ങളൊക്കെ കുറച്ച് ഹെവി ആയതുകൊണ്ട് നമ്മൾ ഹോം ഡെലിവറിക്ക് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് അതെത്തും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഓർഗനൈസ് ചെയ്യാം.